ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 കിലോ ടോട്ടൽ ചിക്കൻ, അതിൽ ഒരു 600 ഗ്രാം ബോൺലെസ്, 1/2 കിലോ എന്ന് കൂട്ടിയാൽ മതി, 1/2 കിലോ ബോൺലെസ്സും ബാക്കി മട്ടനായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ബോൺലെസ് ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊരു വിരുന്ന് ചോറ് കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി, നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാനുള്ള ഒരു തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കിലോ ചിക്കന് വേണ്ടി 1.5 കിലോ സവാളയും ഒരു 3 കുടം വെളുത്തുള്ളിയും വലിയ 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നോണേ അതിലേക്കൊരു 4 മീഡിയം സൈസിലെ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോയ്ക്കൂടെ ആവശ്യമായ ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇത്രയും സവാളയൊക്കെ ചേർത്താൽ ചിക്കൻ കറിക്ക് ഒരു മധുരമായിരിക്കത്തില്ലേന്ന്. ഒരു മധുരവും ഇല്ലായിരുന്നു. നിങ്ങൾ ഈ ഇപ്പം തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. എന്നിട്ട് ഞാനിപ്പം ഉള്ളിയൊക്കെ മൂത്ത് വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഡയറക്റ്റ് പൊടികൾ ചേർക്കുന്നില്ല. അല്ലാതൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പൊടികളിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഉള്ളിക്കകത്തേക്ക് ചേർക്കുന്നത്. ഞാനിപ്പം ചിക്കൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും ഞാനൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ സാധാ മുളക് പൊടി ചേർക്കുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോ കേട്ടോ. ഞാനിപ്പം ചെയ്യുന്ന രീതിയാണ് ചേർത്തതുമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ചെറിയ തീയിൽ ഞാൻ ഈ മുളക് പൊടി നന്നായി മൂപ്പിച്ചു. അപ്പോൾ മുളക് പൊടി മൂക്കുമ്പോൾ നമുക്കൊരു നല്ല മണം വരും. എന്നിട്ട് ഞാനത് നമ്മുടെ സവാളയൊക്കെ വഴന്ന അതിൻ്റെ അകത്തോട്ടൊക്കെ ചേർത്തിട്ട് വീണ്ടും തീ കുറച്ചിട്ട് ഇത് ഇൻഡാലിയത്തിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല തീയാണ്, ചൂടാണ്. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ മസാലയൊക്കെ വീണ്ടും ഈ ഉള്ളിക്കകത്തിട്ടിട്ട് നന്നായി വഴറ്റി കുറച്ച് നേരം ഒന്ന് അടച്ചൊക്കെ കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ നല്ലൊരു കളർ കിട്ടും. ഇത് പക്ഷേ ഒരു ചുമന്ന കളർ പോലെ ഇരിക്കുന്നുണ്ട് എങ്കിലും നല്ല ബ്രൗൺ കളറാണിത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 പിടി കൈപ്പിടിയോളം നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് കുതുക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഈ മൂത്ത മസാലയിലേക്ക് ഇതിൽ നിന്ന് ഞാൻ ഈ തവിക്ക് ഒരു 2 തവി മസാല ഇങ്ങനെ മാറ്റി വെച്ചു. അത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ച് ചേർക്കും. അപ്പോൾ ഇതിലേക്ക് ഇനിയും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനോട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ 2 ലെഗ് പീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാൻ ചെറിയ പീസാക്കിയ, സാധാരണ ഞാൻ ചിക്കൻ പീസ് ഇതിനെയൊക്കെ വലുതായിട്ടാണ് പീസ് ചെയ്ത് വാങ്ങിക്കുന്നത്. ഇത് പക്ഷേ ചെറിയ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ആദ്യം ഞാൻ കഴുകിയെണ്ണ എനിക്കതൊരു വല്ലാതായിപ്പോയി, ഒത്തിരി ചെറുതാണെന്ന് തോന്നി. പക്ഷേ കറി വെച്ചെണ്ണ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഇനി എപ്പോൾ ചെയ്യുവാണേലും ഇനി ഏറ്റവും ചെറിയ അബദ്ധം പറ്റിയതാണ് നമുക്കിത്. പക്ഷേ ഞാൻ ഇത്രയും ചെറുതായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നാലും ചുരുങ്ങി കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ എല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിവർ ഉണ്ടായിരുന്നല്ലേ, ലിവർ ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ചിക്കൻ്റെ ലിവർ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതേസമയം ബീഫിൻ്റെ ആണെങ്കിൽ അത് ഹാർഡായിട്ടിരിക്കും. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇളക്കുന്നില്ല. ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചൊന്ന് കൊടുക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്നു. അപ്പം ഞാൻ ഈ പീസ് പൊടിഞ്ഞു പോകുമെന്നും പറഞ്ഞ് ഞാൻ സ്റ്റീൽ തവി പിന്നെ ഉപയോഗിച്ചില്ല, ഒരു വുഡൻ്റെ തവിയാണ് ഉപയോഗിച്ചത്. സ്പാച്ചിലിട്ടാണ് ഇങ്ങനെ ഇളക്കിയത്. അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ വിട്ട് വരുന്നുണ്ട്. ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ ഇടണ്ടെന്ന് പറഞ്ഞത് മസാലയൊക്കെ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്ന ഉടനെ ഈ ചിക്കനിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ വെള്ളം ഇറങ്ങാറില്ല, ആ മസാല അങ്ങ് കരിയും. അതുകൊണ്ട് ചെറിയ തീയിൽ ഇടുന്ന ഉടനെ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വിടും. ഇനിയും വെള്ളം വിടും. അപ്പം ഞാൻ ആ മസാല നമ്മൾ മാറ്റി വെച്ചില്ലേ, അത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിക്കല്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് സ്വല്പം കൂടെ ഉപ്പും ചേർത്ത് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒന്ന് തിള വരട്ടെ. ഇപ്പം ഞാൻ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയതൊന്ന് വേവട്ടെ. ഇതിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ച് താണ്ട് ഇതിൽ നിന്ന് ഇപ്പം നന്നായി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിക്കൻ വെന്തിട്ടില്ല. കുറച്ച് നേരം കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഞാൻ ലിവർ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ തുറന്ന് നോക്കിയോണ്ടേ നമ്മുടെ ചാറൊക്കെ കുറച്ചുകൂടെ വറ്റിയിട്ടുണ്ട്. അപ്പം വെന്തോന്ന് നോക്കുമ്പം എല്ലുള്ള ഒരു പീസ് എടുത്ത് നോക്കണേ. അപ്പോൾ എല്ലിൽ നിന്നൊക്കെ പീസ് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് അവിടെ എടുത്ത് വെച്ചില്ലേ, ആ കാഷ്യൂനട്ട് ഞാനൊന്ന് അരച്ചിട്ടുണ്ട്. അരയ്ക്കാൻ നേരം ഞാൻ കാഷ്യൂനട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒഴിച്ച് വെച്ച് ആ വെള്ളം ഒഴിച്ച കാഷ്യൂനട്ടൊന്ന് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ അരച്ച കാഷ്യൂനട്ടോട് ഇതിലോട്ട് ചേർത്തിട്ട് ഇനി ഒത്തിരി നേരം നമുക്ക് തിളപ്പിക്കണ്ട. ഇനി കാഷ്യൂനട്ടൂടെ ചേർത്തത് കൊണ്ട് ഇതിൻ്റെ കളറും ഇച്ചിരി മാറും. ഇത്തിരി കുറച്ച് കഴിഞ്ഞിട്ടത് നല്ല കുറുകിയിരിക്കും. അപ്പോൾ ചാറ് നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത് അനുസരിച്ചെടുക്കാം. എനിക്ക് കുറച്ചുകൂടെ ചാറൊന്ന് കുറുക്കിയെടുക്കണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ചാറ് വേണം. പക്ഷേ അത് തണുക്കുന്ന ഉടനെ നല്ല കുറേയും കൂടെ ഒന്ന് കുറുകിയായിരുന്നേ. അപ്പോൾ ടേസ്റ്റും നല്ല, ഞാൻ സാധാരണ ചേർക്കുന്ന മുളക് പൊടിയേക്കായി കുറച്ച് മുളക് പൊടിയാണ് ചേർത്തത്. നമ്മളിപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഒത്തിരി എരിയുടെ ആവശ്യമില്ല. ഒരിത്തിരി നല്ല എന്താ പറയുന്നത്, ഒരിത്തിരി എന്നാൽ മധുരം ഇല്ല, പക്ഷേ ആ രീതിയിൽ ഒത്തിരി എരി ഇല്ലാത്തതാണ് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഞാൻ ഇതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഞാനിതങ്ങ് തീ ഓഫാക്കുക. കാരണം ഈ ഉരുളിക്ക് നല്ല ചൂടാണ്. ഇത് തീ ഓഫാക്കി കുറച്ച് നേരം കഴിഞ്ഞുണ്ടേ നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.